ഒരു മാസമൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഫ്രൈഡ് കേക്കിന്റെ റെസിപ്പി വരട്ടെ. ചിക്കുവിന് ജർമ്മനിയിലേക്ക് പാഴ്സൽ അയക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. വെക്കേഷൻ അല്ലേ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്തു വന്ന് കഴിച്ചോളും. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് റവയാണ് എടുക്കുന്നത്. 2 കപ്പ് റവ എടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണേലും എടുക്കാം. ഞാനിപ്പം വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ 1 കപ്പ് മൈദ, റവയുടെ പകുതി മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 10-12 ഏലക്ക തൊലി പൊളിച്ചിട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിക്കണമെന്നില്ല, ഏലക്കായും കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുത്താൽ എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. പഞ്ചസാര പെട്ടെന്ന് മെൽറ്റ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് അതേ മിക്സിയിലെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ച് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ടങ്ങ് കുഴച്ചു കൊടുക്കാം കേട്ടോ. മുട്ട ചിലപ്പം ആവശ്യം വരും. നമ്മൾ കുഴച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇതിൽ പാലോ വെള്ളമോ ഒന്നും ചേർക്കരുത്. മുട്ട വെച്ച് മാത്രമേ കുഴയ്ക്കാവുള്ളൂ. അപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് കട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് 1 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുത്ത് അതും കൂടെ അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒത്തിരി അങ്ങ് തിക്കാവുകയും ചെയ്യരുത്. ഇതുപോലെ എടുത്ത് ഇങ്ങനെ എണ്ണയിലേക്ക് ഇടാൻ പറ്റണം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് വളരെയധികം നല്ലതാണ് ഹെൽത്തിന്. ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. കുറേ കാലം വെക്കാനാണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചെയ്യാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഞാനിപ്പം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കൊടുത്തു വിടാനുള്ളതല്ലേ, അപ്പോൾ ഒട്ടും എണ്ണയില്ലാതെ കൊടുത്തു വിടാൻ വേണ്ടിയാണ്. ഇത് എണ്ണ ഒന്നും കുടിക്കില്ല, എന്നാലും എടുക്കുമ്പോൾ ആ ഒരു എണ്ണ ഒന്ന് വലിഞ്ഞു പോട്ടെ എന്ന് വെച്ച്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് മാവ് ഓരോ ഉരുളയായിട്ട് എടുത്ത് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ കോരിയിടാം. പക്ഷേ എളുപ്പം നമുക്ക് ഇതുപോലെ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ പിച്ചി അങ്ങ് ഇടുന്നതാണ്. ഈ ഒരു സംഭവം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ്. വളരെയധികം എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുറേ കാലം സൂക്ഷിച്ച് വെക്കാം. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റിയുമാണ്. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം കൂടെ നല്ല ഉരുണ്ടിങ്ങ് ബോൾ പോലെ വരും. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് എടുക്കാം. അതുകൊണ്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇതിപ്പം അങ്ങനെ ഒരു ഞെങ്ങുന്ന പോലെ ആയിരിക്കും ഉണ്ടാവും കേട്ടോ. ക്രിസ്പിനെസ് ഒന്നും തോന്നില്ല. തണുത്ത് കഴിയുമ്പോഴാണ് ഇത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരിക. നമുക്ക് അത്ഭുതം തോന്നും അതെങ്ങനെയാണ് അത് ക്രിസ്പി ആവുന്നതെന്ന്. ഇനി ഇതിൽ എങ്ങനെ പൊടി എങ്ങാനും അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് എടുത്ത് അങ്ങ് കളയാം, അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. ഇനി അടുത്ത സെറ്റും ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ, എത്ര എളുപ്പമാണ് ഇത്. കഴിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ചിക്കു ഞാൻ കൊടുത്തു വിട്ടിട്ട് അവിടുന്ന് ഫ്രണ്ട്സൊക്കെ കൂടെ എല്ലാവരും കൂടിയാണ് കഴിച്ചത്. അവിടുന്ന് ഭയങ്കര ഡിമാൻഡായിരുന്നു എന്ന് പറഞ്ഞ്. ഇത് ഞാൻ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് അളവും എല്ലാം കറക്റ്റ് തന്നെയായിരിക്കും. നല്ല പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിട്ടാണ്. ആക്ച്വലി ഞാനിത് വീഡിയോ കാണിക്കണമെന്നൊന്നും വിചാരിച്ചതല്ല. ജസ്റ്റ് വെറുതെ ഒന്ന് ആ ബ്ലോഗിൽ ഇടാൻ വേണ്ടി വീഡിയോ എടുത്ത് വെച്ചതാണ്. അതുകൊണ്ടാണ് കഴിച്ചൊന്നും കാണിക്കാഞ്ഞ്. ബ്ലോഗിൽ കണ്ടപ്പോൾ കുറേ പേര് അതിന്റെ റെസിപ്പി ചോദിച്ചു. സാധാരണ ഞാൻ ഇതിന്റെ ഇരട്ടിയായിട്ട് ഉണ്ടാക്കുക. 4 കപ്പ് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. ഇതിപ്പോൾ ഈ 2 സിപ്ലോക്കിലുള്ളത് മാത്രമേ ഉള്ളൂ. വേറെയും കുറേ സ്നാക്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ചിക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.